Hi friends, welcome to English Mithra. Welcome to FAQ session. എല്ലാ FAQ സെഷനിലെ പോലെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അതിൻ്റെ മീനിങ് പറയാണ്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇത്, പക്ഷേ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ നമുക്ക് കിടക്കാം. First question. What's the difference between surprise and suspense? ഈ കുറച്ചൊന്നും എടുത്ത വീഡിയോ കട്ടായിപ്പോയി. അതിനകത്ത് ഞാൻ ചോദിച്ചിട്ട് ദേഷ്യം തീർക്കുന്നതാണ്. സോ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് a reaction to something. അതായത് നമ്മളൊരു കാര്യം നടന്നു, അതിൽ നമ്മുടെ റിയാക്ഷൻ ആണ് നമ്മുടെ സർപ്രൈസ് എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് സസ്പെൻസ് ഇസ് യു നീഡ് എ സസ്പെൻസ് ടു ബി സർപ്രൈസ്ഡ് ആസ് സെഡ് ബൈ അക്സ അബ്രഹാം. യു നീഡ് എ സസ്പെൻസ് ടു ബി സർപ്രൈസ്ഡ്. ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സർപ്രൈസ് ആകുള്ളൂ. സസ്പെൻസ് പൊളിക്കുമ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആവും. അതാണ് സസ്പെൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് സംതിങ് is anything that you don't expect to happen. അതാണ് suspense, something which you don't think would happen. അതാണ് സസ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് രജനി പി കെ ആണ്. ഇപ്പൊ നേരത്തെ സർപ്രൈസ് സസ്പെൻസിന്റെ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ B@1 എന്ന് പറഞ്ഞൊരു ആളാണ് ചോദിച്ചിരിക്കുന്നത്. മേ ബി ഐ ഷുഡ് ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ മീൻ മലയാളം എന്താണ്? ഇത് നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു സജഷൻ പോലെ. വേണമെങ്കിൽ ഞാൻ എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം, ഒരു സജഷൻ പോലെ, ഒരു സെൽഫ് സജഷൻ പോലെ പറയുന്ന ഒരു കാര്യമാണ്. മേ ബി ഐ ഷുഡ് ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ്. ഇദ്ദേഹത്തിന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പോസിബിലിറ്റി കാണിക്കാൻ ഷുഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? പോസിബിലിറ്റി കാണിക്കാൻ ആക്ച്വലി നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം, ഷുഡ് അല്ല ഷുഡ് ബി യൂസ് ചെയ്യാം. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ഞാൻ പറയാണ് ലൈക്ക് യു ഷുഡ് ബി ഹിയർ, എന്നുവെച്ചാൽ നീ ഇവിടെ ഉണ്ടാകണം എന്നാണ് അർത്ഥം, അല്ലേ? ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമുക്ക് ദിവ്യ നമ്മൾ പുറത്തു പോകുന്നുണ്ട് ഇപ്പൊ, അല്ലേ? അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാണ്, വെൻ വിൽ ദിവ്യ ബി ഹിയർ? എപ്പോഴാണ് ദിവ്യ ഇവിടെ എത്തുക? പറഞ്ഞ അതിന്റെ അർത്ഥം ദിവ്യ ഇവിടെ ഉണ്ടാകണം എന്നല്ല, വരേണ്ടതാണ്, ആ സമയത്ത് വരേണ്ടതാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഷുഡ് ബി പോസിബിലിറ്റി കാണിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനല്ലേ ചോദിക്കേണ്ടത്? ആണോ? അല്ല, രേവതി അല്ലേ? ഞാനാണോ? ഓക്കെ, രാഹുൽ SR ചോദിക്കുന്ന ചോദ്യം, ഡിഡ് ഇറ്റ് റെയിൻ ഫോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞൂടെ? ആക്ച്വലി ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ എന്ന് പറയാം. Rainfall is again a noun. What is the meaning of rainfall? Rainfall എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നൗൺ. മഴ എന്നുള്ള ഇതിലാണ്. മഴപ്പാഴ്ചയൊന്നും പറയാൻ പറ്റില്ല. റെയിൻഫോൾ ഇസ് എ നൗൺ എന്ന് വെച്ചാൽ അതൊരു പ്രവൃത്തിയല്ല. മഴ പെയ്യുമോ എന്നുള്ളത് നമുക്ക് റെയിൻഫോൾ എന്നുള്ള വാക്ക്. എനിക്ക് തോന്നുന്നു റെയിൻഫോൾ ചെയ്യുക എന്നാണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇറ്റ്സ് എ വെരി ടെക്നിക്കൽ ടേം ഓൾസോ. വാട്ട് ഈസ് ദ റെയിൻഫോൾ ഇൻ കേരള അങ്ങനെ ചോദിക്കത്തില്ലേ? കേരള മഴയുടെ അളവ് എത്രയാണെന്നൊക്കെ ചോദിക്കത്തില്ലേ? അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ബട്ട് റെയിൻഫോൾ ഈസ് നോട്ട് എ നൗൺ. റെയിൻ ഫോൾ ചെയ്യുന്നുള്ള ഒരു അർത്ഥമല്ല രാഹുൽ വരുന്നത്. സോറി, ഇറ്റ്സ് നോട്ട് എ വെർബ്, ഇറ്റ്സ് എ നൗൺ. മഴ പെയ്യുക എന്നുള്ള അർത്ഥമല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഷ്റഫ് എൻകെയുടെ ക്വസ്റ്റ്യൻ ആണ്. This is what I supposed to say before. ഇത് കറക്റ്റ് ആണ്. ഇത് എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ടീച്ചറിനോട് ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ ഒരു കോമന്റ് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിക്കണത് ഈ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, ഐ വാസ് സപ്പോസ് ടു സേ ദാറ്റ്, അല്ലെങ്കിൽ യു വേർ സപ്പോസ് ടു സേ ദാറ്റ്, അല്ലെങ്കിൽ യു വേർ സപ്പോസ് ടു ബി ഹിയർ. അങ്ങനെയൊക്കെ നമ്മൾ സപ്പോസ് ടു യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിവേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഷുഡ് ഹാവ് സെഡ് ദാറ്റ് ബിഫോർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, അല്ല, ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതായിരുന്നു. ഞാനിതായിരുന്നു സാറിനോട് പറയേണ്ടിയിരുന്നതെന്നോ അങ്ങനെ പറയാനിരുന്നത്. ഇത് ഞാൻ സാറിനോട് നേരത്തെ പറയാനിരിക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാം, ഐ വാസ് പ്ലാനിങ് ടു ടെൽ ദിസ് ടു യു, അല്ലെങ്കിൽ ഐ വാസ് തിങ്കിങ് ഓഫ് ഷെയറിംഗ് ദിസ് വിത്ത് യു എന്നൊക്കെയാണ് നമ്മൾ അന്ന് ഉത്തരം പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ആർ സപ്പോസ്ഡ് ടു ആസ്ക്. അഫ്ന ഷെറിൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ബി ഓൾ ആൻഡ് എൻഡ് ഓളിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ബി ഓൾ ആൻഡ് എൻഡ് ഓൾ വുഡ് ബി ലൈക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമ്മളിപ്പോ ദിസ് ഇസ് മൈ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് എന്റെ എല്ലാം എന്നാണ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ സംതിങ് ലൈക്ക് ദിസ്, ഹി തിങ്സ് ദാറ്റ് making money is the be all and end all of his existence. എന്ന് വെച്ചാൽ
അവന്റെ വിചാരം അവൻ നിലനിൽക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നാണ്. സോ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്ന് വെച്ചാൽ എല്ലാത്തിനേക്കാട്ടും ഇമ്പോർട്ടന്റ് ഇതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമില്ല. ഇതിനകത്ത് അയാൾക്ക് പൈസ എത്ര വലുതാണോ അത്രയും വലിപ്പമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, അഫ്ന ഷിറിൻ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ഞാൻ ചോദിക്കാം. ഓക്കെ, അച്ഛൻ കൂലിപ്പണിയാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മൈ ഫാദർ ഇസ് എ കൂലി. നമ്മൾ ഇങ്ങനെ പറയില്ലേ, മൈ ഫാദർ ഇസ് എ farmer, my father is a businessman, my father is a doctor, അതുപോലെ തന്നെ my father is a കൂലി. കൂലി എന്ന് പറയുന്നത് it's an English word, COOLI എന്നല്ലേ? Yeah, but then it's COOLIE, I guess. LIE, but it's like it's an Indian word also. I think it was taken. Yeah, taken ആണ്. alright, next word ചോദിക്കട്ടെ. loot, LOOT, it's a taken word. Actually ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ നിന്ന് അടിച്ചു മാറ്റിയ വാക്കാണ്. ഞാൻ ചോദിക്കട്ടെ, നീ വന്നാൽ മാത്രമേ അവർ പോവുകയുള്ളൂ. ഐ ആം സോൾജർ അബിന്ന് യൂട്യൂബിന്ന് വന്നാണ്. they'll only leave if you come, അല്ലെങ്കിൽ if you arrive, or they'll not leave until you come. sorry, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. they'll not leave until you come, അല്ലെങ്കിൽ until you arrive എന്ന് പറയാം. Okay, I think you should ask next question, right? സോ ജിഷ്ണു കണ്ണൻ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, did it rain there? did it rain there? did it rain there എന്നാണ് വിഷ്ണു കണ്ണൻ ചോദിച്ചിരിക്കുന്നത്. did it rain there yesterday എന്നാണ്. did it rain there yesterday? rained എന്നാണ് കേട്ടോ, RAINED. അതാണ് അവിടുത്തെ തെറ്റും. did it rain there yesterday പിന്നെയും ഫൈൻ ആണ്. did it rain yesterday എന്ന് ചോദിച്ചാലും മതി, പക്ഷെ എങ്ങനെ വന്നാലും did it rained there yesterday എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ഓക്കെ, കാരണം ഡിഡ് വന്നിട്ടുണ്ടല്ലോ. ഡിഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് പറയുന്നത് ക്ലിയർ ആണ്, പിന്നെ V2 ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു കോമൺ ഇംഗ്ലീഷ് മിസ്റ്റേക്ക് ആണ്. റൈറ്റ്, ഓക്കെ. ആരാ ചോദിക്കണ്ടേ? ഞാനാണോ തോന്നുന്നത്? അല്ലല്ല, നീ. സബി ഷാനു എന്ന് പറയുന്ന ആള്, നമ്മൾ പറയുന്ന എല്ലാ നെയിമിന്റെയും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ നമുക്ക് അറിയില്ല കേട്ടോ. എനിവേ, നിനക്ക് പ്രോഗ്രാം കാണണ്ടേ എന്ന് എങ്ങനെയാ ഇംഗ്ലീഷിൽ ചോദിക്കാം? Don't you want to see the program? അല്ലെങ്കിൽ don't you want to see the program? Don't you want to attend the program? Don't you want to attend the program? Want to or wanna, both you can use. Wanna is more of a slang phrase, and want to is more of the common phrase that we use, casually use ചെയ്യുന്നത്. Native speakers wanna ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. Whatever you use, it's correct. Don't you wanna see the program or attend the program, or don't you want to see the program or attend the program? That's correct. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് സാധാരണ ചെയ്യാറുള്ളൂ, ബട്ട് ദിസ് ക്വസ്റ്റ്യൻ എന്താണ് 11th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മിൻഹ മിൻഷ എന്ന് പറഞ്ഞൊരു ആള് 5 ദിവസം മുന്നേ 5 ദിവസം ഇപ്പൊ ഈ പ്രോഗ്രാം പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബി വെരി വെരി ഓൾഡ് ക്വസ്റ്റ്യൻ, ബട്ട് അത് മിസ്സായി പോയതാണ്. മിൻഹ മിൻഷാദ് പ്രത്യേകം ചോദിച്ചതാണ്, മാം ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണേന്ന്. അല്ലെങ്കിൽ നമ്മളിത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാൻ ചോദിച്ചു നോക്കാം. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, വീഡ് ബി ഡിലൈറ്റഡ് ഇഫ് യു കുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം. ഇതിന്റെ മലയാളം എന്താ? നിങ്ങള് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അതിനെ പക്ഷെ നല്ല മലയാളം ടേമിലൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അത്ര മലയാളത്തിൽ ഡീപ്പായിട്ട്, മലയാളികളാണ് നമ്മളെല്ലാവരും, നല്ലപോലെ മലയാളം സംസാരിക്കും. പക്ഷെ പ്രസംഗിക്കുന്ന മലയാളം, കവിതയിലെ മലയാളം, കഥകളിലെ മലയാളം ഒക്കെ അങ്ങനെയൊക്കെ എഴുതുന്നവരെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നോർമലായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയും. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നത്, നിങ്ങൾ പരിപാടിക്ക് വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് കോമൺ ഫ്രേസിൽ പറയാം. അതേപോലെ എനിക്ക് തോന്നുന്ന ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്, വി ആർ എക്സ്ട്രീംലി പ്ലീസ്ഡ് ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ. നിങ്ങളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്ലീസ്ഡ് എന്ന് പറയുമ്പോൾ സന്തോഷം എന്നുള്ളതിലുപരി അങ്ങനെ നല്ലൊരു വാക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്കറിയില്ല എന്നേ ഉള്ളൂ. തന്നെയാണ് ഏറെക്കുറെ ഇപ്പൊ നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്ന മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടി കവിതകളും എഴുതുന്നവരും ഈ MA മലയാളം BA മലയാളം സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ നന്നായിട്ട് മിൻഹയ്ക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ ഇതൊരു പ്രസംഗിക്കുന്ന ഭാഷയ്ക്കാണ്. അതെ, വി ആർ എക്സ്ട്രീംലി പ്ലീസ്ഡ്. നിങ്ങളെ ഈ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നതിൽ, ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യു ആർ നോട്ട് അലൗഡ് ടു ഡു ഇറ്റ്.
നിങ്ങൾ അത് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത what would you like to have question mark a cup of tea question mark ആണോ ആൻസർ ആണോ? ഫുൾ സ്റ്റോപ്പ് ആണ്. ആണ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? നിങ്ങൾ എന്താണ് കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്? നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? അത്രേ ഉള്ളൂ. ഡെയിലി യൂസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? അപ്പൊ അതിന് ആൻസർ ആയിട്ടാണ് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കപ്പ് ചായയാണ് വേണ്ടത്. കുടിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ രണ്ടിനും നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം കേട്ടോ, ഡിപ്പെൻഡിങ് ഓൺ ദ സബ്ജക്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? വുഡ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വുഡ് യു കഴിയുമ്പോഴത്തേക്ക് ഹാവ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. സോ മിൻഹ, ഹോപ്പ് യു വിൽ സീ ദിസ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമുക്ക് എൻഡ് ചെയ്യാൻ സമയം. പക്ഷെ നമ്മൾ ഇന്ന് കോട്ടൊന്നും ആലോചിച്ചിട്ടില്ല എൻഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ സ്ഥലത്തിന്റെ ഭംഗിനെ പറ്റി പറയാം. ഈ സ്ഥലത്തിന്റെ ഭംഗി, ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇത് നമ്മള് പുതിയ മറൈൻ ഡ്രൈവിന്റെ അവിടെയുള്ള അബ്ദുൽ കലാം മാർഗാണ്. പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് കുറെ നാളായി. ഇത് പുതിയ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് അവർ ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യായിരുന്നു. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കാലമായി. ബട്ട് നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി പീസ്ഫുൾ ആൻഡ് കാം. ഭയങ്കര അതെ അതെ, അധികം ബഹളമൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി നല്ല സമാധാനത്തോടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ എറണാകുളത്തുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. യെസ്, ഇവിടെ പുറത്ത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ, ഏത് വീഡിയോ ആദ്യം പോകുന്നത് എനിക്കറിയത്തില്ല, പുറത്തൊരു നല്ല കുലുക്കി നിൽക്കുന്ന ഒരു ചേട്ടനൊക്കെ ഉണ്ട് അല്ലേ. അവൽ മിൽക്ക് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഗെറ്റ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചിട്ട് കപ്പ് ഇവിടെ ഇടാതെ കൊണ്ടുപോവുക. വേസ്റ്റ് ബിൻ വച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അതിലിടുക. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്. ആൻഡ് സോറി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക, ഡൗട്ട്സ് ഉള്ളതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ and X Abraham signing off from English Mithra. Thank you. Bye. Bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.